ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ ജില്ലയിലെ പരസ്യ പ്രചാരണം കുട്ടിക്കലാശിച്ചു. കുട്ടിക്കലാശം ആവേശമാക്കി മുന്നണികളും അണികളും. ബുധനാഴ്ച നിശബ്ദ പ്രചാരണം, വോട്ടെടുപ്പ് വ്യാഴാഴ്ച. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിക്കും. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പോളിംഗ് ബൂത്ത് ഗുരുവായൂർ നഗരസഭയിൽ. സംസ്ഥാന വ്യാപകമായി ഓൺലൈൻ പെൺവാണിഭം നടത്തിയിരുന്ന സംഘത്തിലെ 3 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിവസം 1 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നിരുന്നതായി കണ്ടെത്തി. പീച്ചി ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് കനാൽ കവിഞ്ഞൊഴുകി കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്തെ വീടുകൾ വെള്ളക്കെട്ടിലായി. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവല്ലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. അടിമനത്താഴം കൊള്ളഞ്ചേരി പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്ക ഭീഷണി. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ആവേശഭരിതമായി കൊട്ടിക്കലാശിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കൊട്ടിക്കലാശം ആവേശമായി. കോർപ്പറേഷൻ പരിധിയിലെ കലാശക്കൊട്ട് സ്വരാജ് റൌണ്ടിലാണ് നടന്നത്. ഇതോടൊപ്പം പ്രാദേശിക തലത്തിലും കലാശക്കൊട്ടുകൾ നടന്നു. തെക്കേ ഗോപുര നടയ്ക്ക് സമീപം MO റോഡിലാണ് LDFന്റെ പ്രചരണ കലാശക്കൊട്ട് നടന്നത്. ജോസ് തിയേറ്ററിന് മുന്നിലാണ് UDFന്റെ കലാശക്കൊട്ട് നടന്നത്. NDAയുടെ പ്രചരണ സമാപനം രാഗം തിയേറ്ററിന് സമീപവുമാണ് അരങ്ങേറിയത്. മുന്നണികളും അണികളും ആവേശത്തോടെയാണ് മണിക്കൂറുകൾ നീണ്ട കലാശക്കൊട്ടിൽ അണിനിരുന്നത്. ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ വർണ്ണക്കാവടികളും വർണ്ണ ബലൂണുകളും വലിയ കൊടിത്തോരണങ്ങളും വാദ്യമേളങ്ങളും വയറൻ പുലികളുമെല്ലാം കലാശക്കൊട്ടിന് ആവേശം പകർന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ 3 വശങ്ങളിലും ബാരിക്കേഡ് വെച്ച് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷയും ഒരുക്കിയിരുന്നു. കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. 1 മാസത്തോളം നീണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ആരവങ്ങൾക്കുമാണ് കൊട്ടിക്കലാശത്തോടെ പരിസമാപ്തിയായത്. ബുധനാഴ്ച നിശബ്ദ പ്രചരണം, വ്യാഴാഴ്ച ജില്ലയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, 7 നഗരസഭകൾ, 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 86 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ജില്ലയിലെ 111 തദ്ദേശ സ്ഥാപനങ്ങളിലായി ആകെ 2204 സീറ്റുകളിലാണ് മത്സരം. ജില്ലയിലാകെ 7284 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. TCV ന്യൂസ്, തൃശൂർ. ആവേശപൂർവമായി ഗുരുവായൂരിൽ കുട്ടിക്കലാശം. LDF മഞ്ജുലാലിന് മുന്നിലും UDF കൈരളി ജംഗ്ഷനിലും NDA പടിഞ്ഞാറ നടയിലുമാണ് കുട്ടിക്കലാശം നടത്തിയത്. പൂക്കാവടികളും വാദ്യമേളങ്ങളുമായാണ് LDF കുട്ടിക്കലാശം നടത്തിയത്. പാരഡി ഗാനങ്ങൾക്കൊപ്പം സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ചുവടുവെച്ചു. കൊട്ടിക്കലാശത്തിനിടയിൽ ഔട്ടർ റിംഗ് റോഡിലൂടെ LDF പ്രവർത്തകരുടെ വാഹന റാലിയും ഉണ്ടായിരുന്നു. UDFന്റെയും NDAയുടെയും കൊട്ടിക്കലാശത്തിനിടയിലൂടെയാണ് വാഹന റാലി കടന്നുപോയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷയൊരുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിൽ ആവേശം ചോർന്ന് ചാലക്കുടി നഗരം. ഇടതു വലതു മുന്നണികൾ നഗരത്തിൽ പ്രകടനം നടത്തിയില്ല. NDA മാത്രമാണ് സ്ഥാനാർത്ഥികൾ അണിനിരത്തി LDF കോട്ടയിൽ മേഖലാടിസ്ഥാനത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. 10ഓളം സ്ഥാനാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു. വാദ്യമേളങ്ങളും കൊടിത്തോരണങ്ങളും റാലിക്ക് മാറ്റുകൂട്ടി. നോർത്ത് ചാലക്കുടിയിൽ UDF 3
സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ നടത്തി. ക്രിസ്മസ് പപ്പയും ത്രിവർണ്ണ ബലൂണുകളും പതാകയും റാലിക്ക് മാറ്റുകൂട്ടി. സൗത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച NDA റോഡ് ഷോ ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ കൊട്ടിക്കലാശം വടക്കാഞ്ചേരിയിൽ ആവേശ കൊടുമുടിയിലേറി. LDF, UDF, NDA മുന്നണികൾ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ശക്തി പ്രകടനം നടത്തി. പ്രവർത്തകരും നേതാക്കളും ടൗണിലേക്ക് ഒഴുകിയെത്തി. ചാവക്കാട് മേഖലയിൽ ശബ്ദ പ്രചരണത്തിന് സമാധാനപരമായ പരിസമാപ്തി. ഇത്തവണ ചാവക്കാട് നഗരത്തിൽ പാർട്ടികൾ സംഗമിച്ചുള്ള കൊട്ടിക്കലാശമുണ്ടായില്ല. LDF, UDF, NDA സ്ഥാനാർത്ഥികൾ അവരവരുടെ വാർഡുകളിൽ സംഗമിച്ചു. LDF നഗരത്തോട് ചേർന്നുള്ള വാർഡുകൾ ചാവക്കാട് നഗരത്തിൽ സംഗമിച്ചു. കടപ്പുറം ഉരുമനയൂർ പഞ്ചായത്തിലും സ്ഥാനാർത്ഥികൾ വാർഡുകളിൽ സംഗമിച്ചു. ചാവക്കാട് മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളാണ് വോട്ടെടുപ്പ് നടന്നത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ BJP CPM സംഘർഷം നടന്നു. 2 ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നുവെന്നാരോപിച്ചായിരുന്നു സംഘർഷം. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം എന്നീ 3 കോർപ്പറേഷനുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 39 മുനിസിപ്പാലിറ്റികൾ എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജില്ലയിലാകെ 111 തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ട് 2204 വാർഡുകളിലായിട്ട് 7208 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 3395 പുരുഷന്മാരും 3813 വനിതകളുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിൽ 27,36,817 വോട്ടർമാരാണ് നിലവിലുള്ളത്. അപ്പം അതിൽ 14,59,670 പേർ സ്ത്രീകളും 12,77,120 പേർ പുരുഷന്മാരുമാണ്. ഇതിൽ 54,204 പുതിയ വോട്ടർമാരാണ് ഈ വർഷം ഉള്ളത്. നമ്മുടെ ജില്ലയിൽ 27 പേർ ട്രാൻസ്ജെൻഡേഴ്സും 280 പ്രവാസി വോട്ടർമാരും ഈ ലിസ്റ്റിലുണ്ട്. ജില്ലയിൽ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 7,208 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 3,395 പുരുഷന്മാരും 3,813 വനിതകളുമാണ്. 27,36,817 വോട്ടർമാരിൽ 14,59,670 സ്ത്രീകളും 12,77,120 പുരുഷന്മാരും 54,204 കന്നി വോട്ടർമാരും 27 ഭിന്നലിംഗക്കാരും 250 പ്രവാസി വോട്ടർമാരുമാണുള്ളത്. 15,753 പോളിംഗ് ഉദ്യോഗസ്ഥരെയും 4,757 പോലീസ് ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്.
ആകെ 3252 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. പ്രശ്നബാധിത ബൂത്തുകളായി കണക്കാക്കിയ 81 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും പ്രത്യേക മോണിറ്ററിംഗും ഉണ്ടായിരിക്കും. 24 വോട്ടിംഗ് മെഷീൻ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും 24 സ്ട്രോങ് റൂമുകളും ഉണ്ട്. ബുധനാഴ്ച രാവിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് സമയം. വൈകിട്ട് 6 മണി വരെ വരിയിലുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകും. ജില്ലയിലെ 25 വോട്ടിംഗ് കേന്ദ്രങ്ങളിലായി ഡിസംബർ 13 രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് നടക്കുക. ഡിസംബർ 11 ജില്ലയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് 12-ാം തീയതി ഡ്യൂട്ടി ലീവ് നൽകും. ഡിസംബർ 12 സ്ട്രോങ് റൂം കൗണ്ടിംഗ് കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. ബുധനാഴ്ച രാവിലെ 6 മുതൽ 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിനമായ 13 ഡ്രൈ ഡേ ആയിരിക്കും. TCV തൃശൂർ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പോളിംഗ് ബൂത്ത് ഗുരുവായൂർ നഗരസഭയിൽ. ഗുരുവായൂർ നഗരസഭയിലെ വാർഡ് 17 ബൂത്തിൽ 1631 വോട്ടർമാരാണുള്ളത്. ജില്ലയിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള പോളിംഗ് ബൂത്ത് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14 2-ാം ബൂത്തിൽ 105 വോട്ടർമാരാണ് ഉള്ളത്. സംസ്ഥാന വ്യാപകമായി ഓൺലൈൻ പെൺവാണിഭം നടത്തിയിരുന്ന സംഘത്തിലെ 3 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. 14 ജില്ലകളിലുമായി 10,000-ഓളം പേരെ ഉൾപ്പെടുത്തി ഓൾ കേരള റിയൽ മീറ്റ് എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചിരുന്നത്. സംസ്ഥാന വ്യാപകമായി ഇത്തരം സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP C പ്രേമാനന്ദ കൃഷ്ണൻ, ടെമ്പിൾ പോലീസ് SHO G അജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഘം വലയിലായത്. ഗുരുവായൂർ നെന്മിനി അമ്പാടിയിൽ അജയ് വിനോദ്, കൊടുങ്ങല്ലൂർ സ്വദേശി മരോട്ടിക്കൽ ഷോജൻ, പടിഞ്ഞാറനടയിലെ ലോഡ്ജ് ഉടമ പൂന്താനം രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. RMS എന്ന ചുരുക്കപ്പേരിൽ 9 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് അജയുടെ ഫോണിൽ പോലീസ് കണ്ടെത്തിയത്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 25,000 രൂപ മുതൽ 35,000 രൂപ വരെ ഒരു രാത്രിക്ക് വില പറഞ്ഞ് സ്ത്രീകളുടെ ഫോട്ടോ ഗ്രൂപ്പിലിടും. ആവശ്യക്കാർ ഓൺലൈൻ വഴി പണം കൈമാറിയാൽ സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തേക്കും സ്ത്രീകളെ എത്തിച്ചു നൽകും. ഈ ഗ്രൂപ്പ് 1 വർഷത്തോളമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്ന് ദിവസവും 1 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, ഗുരുവായൂർ. പീച്ചി ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി വെള്ളം തുറന്നുവിട്ട കനാൽ കവിഞ്ഞൊഴുകി കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ്, ശിവപുരി റോഡ്, നോബൽ റോഡ് എന്നിവിടങ്ങളിലെ വീടുകളിലുള്ളവരാണ് ചുറ്റും വെള്ളം നിറഞ്ഞ് ദുരിതത്തിലായത്. സെപ്റ്റിക് ടാങ്കുകളിലെ ശുചിമുറി മലിനജലം കനാൽ കവിഞ്ഞൊഴുകിയെത്തിയ വെള്ളത്തോടൊപ്പം കലർന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മതില് വീടിന്റെ ഭാഗങ്ങളൊക്കെ നനഞ്ഞ് കുതിർന്ന് വീഴണം. കൃഷി ചെയ്യാനും പറ്റില്ല. നമ്മുടെ ഇവിടെയുള്ള എല്ലാ ചെടികളും ഇതന്നെ പ്രശ്നം, അല്ലാതെ നനഞ്ഞ് കേടാവുക ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങൾ പലരോടും സംസാരിച്ചു, പക്ഷെ ആരും ഇതിനെ ഒരു പരിഹാരമായിട്ട് കാണാനോ പരിഹാരം ചെയ്യാനോ വരുന്നില്ല. വീട്ടുമുറ്റത്തും പറമ്പിലും റോഡിലും വെള്ളം നിറഞ്ഞതിനാൽ വളർത്തുമൃഗങ്ങളെ പുറത്തിറക്കാനാകാത്ത സ്ഥിതിയാണ്. പറമ്പുകളിലെ കൃഷിയും മുറ്റത്തെ പൂച്ചെടികളും നശിക്കുമെന്ന അവസ്ഥയിലാണ്. ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ മതിലുകളും മറ്റും കുതിർന്ന് വീഴുമോ, വീടുകളുടെ തറയ്ക്ക് ബലക്ഷയം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് വീട്ടുകാർ. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു വിടുമ്പോൾ വരുന്നൊരു വെള്ളക്കെട്ടാണ്. പക്ഷേ ഇവരിങ്ങനെ കൃഷി ആവശ്യത്തിനായിട്ട് തുറന്നു വിടുമ്പോൾ കുറച്ച് ദിവസങ്ങൾ ഒന്നോ രണ്ടോ ദിവസം തുറന്നു വിടുമ്പോൾ നമുക്കത്ര പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ ഇവരിങ്ങനെ കൂടുതൽ ദിവസമായിട്ട് തുറന്നു വിടുമ്പോൾ അവിടെ കനാലിൽ ഓരോ സാധനങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടും കനാൽ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ വെള്ളം തടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഇവിടെ വെള്ളക്കെട്ടുണ്ടാവും. നമ്മുടെ ബിൽഡിങ്ങും ഒക്കെ ഇതിനകത്ത് വെള്ളത്തിനകത്ത് മുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിലുള്ള പെറ്റ്സിനെ പുറത്തേക്ക് ഇറക്കാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. ഇതൊരു 5 വർഷം കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാടാണ്. പടവരാട് ഭാഗത്തുള്ള കൃഷിയിടങ്ങളിലേക്കാണ് നടത്തറ കാച്ചേരി ഭാഗത്തെ കനാൽ വഴി പീച്ചി വെള്ളം ഒഴുകിയെത്തുന്നത്. ശിവപുരി റോഡ് പരിസരത്ത് ഈ കനാൽ ഇരുവശത്തെയും ബണ്ടുകളുടെ ഉയരം കുറഞ്ഞ ഭാഗത്തുകൂടെയാണ് കവിഞ്ഞൊഴുകുന്നത്. ഇവിടെ ഉയരം കൂട്ടുകയും കനാലിലെ തടസ്സങ്ങൾ നീക്കി ഒഴുക്ക് സുഗമമാക്കുകയും ചെയ്ത് വെള്ളം കവിഞ്ഞൊഴുകുന്ന പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. കടവല്ലൂർ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവല്ലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. ജലസേചന മാർഗം തടസ്സപ്പെട്ടതോടെ അടിമനത്താഴം, കൊള്ളഞ്ചേരി എന്നീ പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്കു ഭീഷണിയിലായി.
തണുത്തറത്തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം തടഞ്ഞു നിർത്തി ഒറ്റപ്പിലാവിലെയും ചാലിശ്ശേരിയിലെയും കൃഷിക്ക് ഉപയോഗിക്കാനാണ് മുട്ടിപ്പാലം തോട്ടിൽ ബണ്ട് നിർമ്മിച്ചത്. ഇവിടെയുണ്ടായിരുന്ന തടയണയും പാലവും പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയിരുന്നു. 2 കോടി രൂപയുടെ മുട്ടിപ്പാലം പദ്ധതിക്ക് തുടക്കമിട്ടെങ്കിലും പണി പാതി വഴിയിൽ നിർത്തി. തടയണ ഇല്ലാതായതോടെ മുട്ടിപ്പാലം തോട്ടിൽ വെള്ളം ശേഖരിക്കാൻ സാധിക്കാതെയായി. ഇതോടെ ആ ഭാഗത്തെ നെൽകൃഷിക്ക് ഉണക്കു ബാധിച്ചു. തുടർന്നാണ് താൽക്കാലിക ബണ്ട് സ്ഥാപിച്ചത്. അതിനുശേഷം തോടിന്റെ ഒരു വശത്ത് വെള്ളം തിങ്ങി നിറഞ്ഞിരുന്നു. തുടർന്ന് ബണ്ട് തകരാതിരിക്കാൻ കൂടുതൽ ഉയർത്തി. തോട്ടിലെ വെള്ളം പൂർണ്ണമായി തടഞ്ഞത് തണുത്തറത്തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ആശ്രയിക്കുന്ന മറ്റു പാടശേഖരങ്ങൾക്ക് തിരിച്ചടിയായി. അടിമനത്താഴത്തെയും കൊള്ളഞ്ചേരിയിലെയും നെൽച്ചെടികൾ കതിരിടുന്ന സമയമായതിനാൽ ഇപ്പോൾ സമൃദ്ധമായി വെള്ളം എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ തോട്ടിലെ വെള്ളം താഴ്ന്നതോടെ കണ്ടങ്ങളിലേക്കുള്ള ഒഴുക്കു നിലച്ചു. 2-3 ദിവസം കൂടി ഈ അവസ്ഥ തുടർന്നാൽ നെൽച്ചെടികൾ ഉണങ്ങി നശിക്കുമെന്നാണ് ആശങ്ക. ബണ്ട് ഭാഗികമായി തുറന്ന് മറ്റു പാടശേഖരങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളമെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ 3.5 വയസ്സുകാരിയടക്കം 3 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. തൊഴിയൂർ മാളിയേക്കൽപ്പടി ആഞ്ഞിലക്കടവത്ത് അമീർ മകൾ 3.5 വയസ്സുള്ള ഫാത്തിമ നൈസ, മാളിയേക്കൽപ്പടി ചെങ്ങശ്ശേരി സുലൈമാന്റെ ഭാര്യ ജാസ്മിൻ, വെങ്കിടങ്ങ് എടക്കളത്തൂർ വീട്ടിൽ സ്മിജോ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. പേവിഷബാധയുണ്ടോ എന്ന് സംശയം. കല്ലൂർ ഞെള്ളൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന തർക്കത്തിനിടെ യുവാവിനെ കത്തിക്കൊണ്ട് ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്തു. കല്ലൂർ നായരങ്ങാടി സ്വദേശികളായ കരിപ്പേരി വീട്ടിൽ ശിവപ്രസാദ്, എലിവത്തിങ്കൽ എബിൻ എന്നിവരെയാണ് പുതുക്കാട് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പാലത്തുപറമ്പ് ദേശത്തിന്റെ കാവടി സെറ്റിലുണ്ടായ തർക്കത്തെ തുടർന്ന് നായരങ്ങാടി സ്വദേശി ഷിവോണിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. കുറിക്കമ്പനിക്കെതിരെ ആരോപണവുമായി നിക്ഷേപകൻ. നിക്ഷേപിച്ച പണം തിരികെ കിട്ടിയില്ലെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. തൃശൂർ പറവട്ടാനി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടൂറിസം ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയാണ് ആരോപണവുമായി നിക്ഷേപകൻ എത്തിയിരിക്കുന്നത്. കണ്ടശാങ്കടവ് സ്വദേശി വടക്കേത്തല ജോൺസനാണ് പരാതി നൽകിയത്. 40 തവണകളായി നിക്ഷേപിച്ച 2 ലക്ഷം രൂപ കാലാവധി കഴിഞ്ഞ് മാസങ്ങളായിട്ടും തുക തിരിച്ചു കിട്ടിയില്ലെന്നും പണം തിരികെ വാങ്ങാൻ പലതവണ സൊസൈറ്റി ഓഫീസിലെത്തിയെങ്കിലും സ്ഥാപനം അടഞ്ഞുകിടക്കുകയാണെന്നും ജോൺസൺ പറഞ്ഞു. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റടക്കം 11 ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പേരിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോക്സോ കേസിൽ ഒളിവിലായിരുന്ന കലാമണ്ഡലം അധ്യാപകനെ ചെറുതുരുത്തി പോലീസ് ചെന്നൈയിൽ നിന്ന് പിടികൂടി. ദേശമംഗലം കൊല്ലൂർക്കാവിൽ കനകകുമാറാണ് അറസ്റ്റിലായത്. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിനികളും കലാമണ്ഡലം വൈസ് ചാൻസലറും ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. SI ജോളി സെബാസ്റ്റ്യൻ, വിനീത് മോൻ, ജയകൃഷ്ണൻ തുടങ്ങിയ സംഘമാണ് ചെന്നൈയിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തീറ്ററപ്പായുടെ ഓർമ്മകൾക്ക് 19 വയസ്സ്. 2006 ഡിസംബർ 9-നായിരുന്നു തീറ്ററപ്പായി എന്ന റപ്പായി ചേട്ടന്റെ മരണം. തൃശൂർ കിഴക്കുംപാട്ടുകര പൈനാടത്ത് വീട്ടിൽ കുര്യപ്പന്റെയും താണ്ടമ്മയുടെയും മകനായ റപ്പായി 67-ാം വയസ്സിലാണ് മരിച്ചത്. സാധാരണക്കാർക്ക് അസാധ്യമായ രീതിയിൽ ഭക്ഷണം കഴിച്ചിരുന്ന തീറ്ററപ്പായി തീറ്റ മത്സരങ്ങളിലൂടെയാണ് ശ്രദ്ധേയനായത്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 12ാം ശമ്പള പരിഷ്കരണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി വിചാരണ സദസ്സ് നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന വിചാരണ സദസ്സ്
മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ അധ്യക്ഷനായി. കൺവീനർ PK ജയപ്രകാശ്, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മോബിഷ് T തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ യുവാവിന്റെ കാറും പണവും കവർന്ന കേസിലെ 2 പ്രതികളെ കൂടി ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട ആളൂർ പതിയാരത്ത് പറമ്പിൽ സജി, ചെറുതുരുത്തി കല്ലടിക്കുന്നത്ത് വീട്ടിൽ അഷ്റഫ് എന്നിവരാണ് അറസ്റ്റിലായത്. നവംബർ 15-ന് കിള്ളിമംഗലം മണലാടി സ്വദേശി അബ്ദുൾ ഷംനാദിനെ ആക്രമിച്ച് പണവും കാറും കൈക്കലാക്കിയ കേസിലെ കൂട്ടുപ്രതികളാണ് ഇവർ. 1-ാം പ്രതി അടക്കമുള്ളവർ നേരത്തെ പിടിയിലായിരുന്നു. പുത്തൂർ മാന്നാമംഗലത്ത് വീട്ടിലെ അടുക്കളയിൽ നിന്ന് രാജവെമ്പാലിയെ പിടികൂടി. മയിൽക്കുറ്റിമുക്ക് സ്വദേശി രാജേഷിന്റെ വീട്ടിൽ അടുക്കളയിൽ നിന്നാണ് രാജവെമ്പാലിയെ പിടികൂടിയത്. റെസ്ക്യൂ വാച്ച് ലിജോ രാജവെമ്പാലിയെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,925 രൂപ, പവന് 95,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ ജില്ലയിലെ പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. കൊട്ടിക്കലാശം ആവേശമാക്കി മുന്നണികളും അണികളും. ബുധനാഴ്ച നിശബ്ദ പ്രചാരണം, വോട്ടെടുപ്പ് വ്യാഴാഴ്ച. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിക്കും. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പോളിംഗ് ബൂത്ത് ഗുരുവായൂർ നഗരസഭയിൽ. സംസ്ഥാന വ്യാപകമായി ഓൺലൈൻ പെൺവാണിഭം നടത്തിയിരുന്ന സംഘത്തിലെ 3 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിവസം 1 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നിരുന്നതായി കണ്ടെത്തി. പീച്ചി ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് കനാൽ കവിഞ്ഞൊഴുകി. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്തെ വീടുകൾ വെള്ളക്കെട്ടിലായി. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവല്ലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. അടിമനത്താഴം കൊള്ളഞ്ചേരി പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്ക് ഭീഷണിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.